സംവിധായകൻ കമൽ അദ്ദേഹം ചലച്ചിത്ര അക്കാദമിയുടെ മുൻ ഭാരവാഹി കൂടി ആയിരുന്നു. സർ, ഇപ്പോൾ ഒരു വലിയ വിവാദമാണ് കത്തി നിൽക്കുന്നത്. ആ ചലച്ചിത്രം ഇറങ്ങുമോ ഇല്ലയോ എന്ന് പോലും അവ്യക്തതയാണ്. ഇപ്പോൾ ആ ഘട്ടത്തിലാണ് ഇങ്ങനൊരു സമരം ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും ഈ സമരം ഭയങ്കര ആവശ്യമായിട്ടുള്ളതായതുകൊണ്ടാണ്. അനാവശ്യമായ വിവാദങ്ങളാണ് ഇതിൻ്റെ പേരിൽ ഉണ്ടായിട്ടുള്ളത്. കാരണം ജാനകി എന്നുള്ളൊരു പേര് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യം എവിടെയാണ് നിൽക്കുന്നതെന്നാണ് ആലോചിക്കേണ്ടത്. സെൻസർ ബോർഡിൻ്റെ ഈ കരിനിയമത്തിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണല്ലോ. കാരണം അല്ലെങ്കിൽ ഇനി ഭാവി തലമുറ എങ്ങനെ സിനിമ എടുക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട്. നമുക്ക് ആലോചിച്ചറിയാം, നമ്മുടെ ചരിത്രം, മലയാള സിനിമയുടെ ചരിത്രം ആലോചിച്ചറിയാം. മഹത്തായ കലാസൃഷ്ടികളുണ്ടായിട്ടുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് എല്ലാവിധ അനുകൂലമായ അന്തരീക്ഷം ഉണ്ടായിരുന്ന ഒരു നാടായിരുന്നു ഇന്ത്യയുടേത്. അത് മാറിയിട്ട് ഇപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് സിനിമ എടുക്കാൻ പറ്റണ്ടായി എന്ന് പറയുമ്പോൾ ഭരണകൂടം അടിച്ചേൽപ്പിക്കുന്ന നിയമങ്ങൾ അനുസരിക്കേണ്ട അവസ്ഥ വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. മതവികാരം വ്രണപ്പെടും ഹിന്ദു ദേവതയുടെ പേരാണ് ജാനകി എന്നൊക്കെയാണ് സെൻസർ ബോർഡിൻ്റെ വാദം. ഒരു രാജ്യത്തെ സെൻസർ ബോർഡാണ് അങ്ങനെ ഒരു നിലപാടെടുക്കുന്നത്. അല്ല, അങ്ങനെയാണെങ്കിൽ ഇവിടെ ജീവിച്ചിരിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ടല്ലോ ഇതേ പേരിലുള്ള ആൾക്കാർ, ദൈവങ്ങളുടെ പേരുള്ള. അതിൽ ക്രിമിനൽസ് ഉണ്ട്, നല്ല ആൾക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. അവരുടെയൊക്കെ പേര് മാറ്റാനായിട്ട് ഇനി ഭരണകൂടം പറയുമോ നമുക്കറിയില്ല. ഇപ്പോൾ ഒരു ഇതിൽ ശിക്ഷിച്ചൊരു എന്താ പറയുക, ഒരു കേസിൽ എന്തെങ്കിലും പെട്ട് ശിക്ഷിച്ച ഒരാൾക്ക് ദൈവത്തിൻ്റെ പേരാണെങ്കിൽ എന്തു ചെയ്യും? ശിക്ഷ ഇളവ് ചെയ്ത് കിട്ടുമോ? ഇല്ലല്ലോ. അതല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ പേരുള്ള ആളുടെ പേര് മാറ്റണമെന്ന് പറയുമോ? ഇതൊക്കെ അനാവശ്യമായിട്ടുള്ള ബാലിശമായിട്ടുള്ള ഇതുകളല്ലേ ദൈവത്തിൻ്റെ പേര് പറഞ്ഞിട്ട്. ഇനിയിപ്പോൾ ഭാവിയിൽ ഉണ്ടാകുന്ന കുട്ടികൾക്ക് ദൈവത്തിൻ്റെ പേരിടാനായിട്ട് മടിക്കില്ല എല്ലാവരും. മുൻപൊരിക്കൽ താങ്കളും ഇത്തരത്തിലൊരു മതവികാരത്തെ ചൊല്ലി സൈബർ ഹാൻഡിലുകളിലും അല്ലാതെയും ഇരയാക്കപ്പെട്ടിട്ടുണ്ട്. കമലല്ല കമാലുദ്ദീൻ ആണെന്ന് താങ്കളെപ്പോലും ഇരയാക്കപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയാണിതെന്ന് കരുതുന്നുള്ളൂ? അല്ല, അതൊരു അതിൻ്റെ തുടക്കകാലം വരുന്നത്. കാരണം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ഏത് രീതിയിലാണ് നമ്മുടെയൊക്കെ സ്വാതന്ത്ര്യം ഇല്ലാണ്ടായതെന്ന് നമുക്കറിയാം. ഞാനൊക്കെ ആ രീതിയിൽ ആക്രമിക്കപ്പെട്ട ആൾക്കാരാണ്. കാരണം ചില കാര്യങ്ങൾ ഓപ്പണായിട്ട് എക്സ്പ്രസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം കൊണ്ടാണ്. ഒരു മതത്തിൻ്റെ കള്ളിയിലേക്ക് കലാകാരന്മാരെയൊക്കെ മാറ്റി നിർത്താമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാളും വലിയൊരു ട്രാജഡി വേറെ ഇല്ലല്ലോ. ഇപ്പോൾ എൻ്റെ പേര് കമൽ എന്നുള്ളത് കമാലുദ്ദീനാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. ഇപ്പോൾ അവർ തന്നെ എക്സ്പോസ് ചെയ്തു. ഇപ്പോൾ എനിക്ക് തന്നെ ഒരു അനുഭവം ഉണ്ടായത്, ഒരു വേദിയിൽ ഈ സംഘപരിവാറിൻ്റെ ഒരാൾ പ്രസംഗിക്കാനായിട്ട് വന്നപ്പോൾ സംവിധായകൻ കമാലുദ്ദീൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റ് തിരുത്തേണ്ടി വരും. അങ്ങനെ ഒരു സംവിധായകൻ മലയാളത്തിലില്ല. കമൽ എന്നുള്ള സംവിധായകനുള്ളൂ. നിങ്ങൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഞാൻ ഈ വേദിയിലിരിക്കാൻ ഞാൻ പോകുമെന്ന് പറഞ്ഞു. സംഘപരിവാറിൻ്റെ വേദിയായിരുന്നില്ല, അല്ലാത്തൊരു സ്ഥലത്ത് വെച്ചിട്ട് കോമൺ മീറ്റിങ്ങിലായിരുന്നു. അപ്പോൾ അവർ പക്ഷേ അങ്ങനെ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ പുറകിലൊരു ഉദ്ദേശമുണ്ടല്ലോ. അങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നു, ബോധപൂർവ്വം അങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നു. അപ്പോൾ അതാണ് പറഞ്ഞത്, ഓരോരുത്തരെ കള്ളിയിലേക്ക് മാറ്റി നിർത്താമെന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് ശുദ്ധമായിട്ടുള്ള ബാലിശമായൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നത് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം, എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്ത് നമുക്കറിയാം, റിലീസ് ചെയ്താണ്, സെൻസർ ചെയ്ത് റിലീസ് ചെയ്ത സിനിമയാണ്. അതിന് ശേഷമാണ് ഈ ഭരണകൂടം പ്രശ്നം ഉണ്ടാക്കിയത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി മേലിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞൊരു തിട്ടൂരത്തിൻ്റെ ഭാഗമായിട്ടാണ് ടൂളായി സെൻസർ ബോർഡ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ സംഘപരിവാർ ഒരു ടൂളായി സെൻസർ ബോർഡിനെ കാണുന്നു, ഉപയോഗിക്കുന്നതാണ് സംവിധായകൻ കമലിന് പറയാനുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു എം. റിപ്പോർട്ടർ ഗോപാൽ ശിലാസനൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.